അപ്പോൾ ഇത് ഫസ്റ്റിലെ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തൊരു എനിക്ക് തോന്നുന്നൊരു 3000 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഓണറിനെ ഞാൻ വിളിച്ചു. കാര്യം ഓയിൽ ഭയങ്കരമായിട്ട് കട്ടിയണക്കായിട്ട് കരി പോലെ. എഞ്ചിൻ ഓയിൽ 3 രീതിയിലാണ് വർക്ക്. അപ്പം പലരും നോക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സർവീസ് ബുക്കിൽ വരുന്ന ഒരു ഇത് തന്നെ ആയിരിക്കും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയല്ല നോക്കണം. യഥാർത്ഥത്തിൽ നോക്കണ്ടതെന്ന് വെച്ചാൽ സാധാരണ സർവീസിന് 5000 മാറാൻ പറ്റുന്ന സംഭവങ്ങൾ 5500 ഞാൻ 6000 വരെ ആക്കാറുണ്ട്. ഈ ഓയിലിൻ്റെ പ്രത്യേകത കൊണ്ട് ആക്സോളിൻ്റെ ഒരു ചെറിയൊരു പരസ്യം കണക്ക് നമ്മൾ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ആക്സോളിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റോ അല്ല. നമ്മൾ ഒരു എഞ്ചിൻ ഓയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള 10 കാര്യങ്ങളാണ് വർക്ക്ഷോപ്പിൽ വെച്ചേക്കുന്നത്. കാര്യം വെച്ചാൽ ഈ നമ്മൾ ആക്സോൾ നിങ്ങൾ വാങ്ങണമെന്നല്ല പറയുന്നത്, ഇത്രയും ഗുണങ്ങളുള്ള സാധനം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ സാർ നമ്മളൊരു വണ്ടി ഓയിൽ ചേഞ്ചിനായിട്ട് വരുമ്പോൾ ജനറലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ ഓയിൽ ഇറക്കി ധൈര്യമായിട്ട് അവർ കൊടുക്കാൻ കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ പുള്ളി ഫ്രണ്ടിൽ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ആ ബ്രാൻഡ് കാണാവുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പുതിയതായിട്ടുള്ള ഒരാളാകുമ്പോൾ അവർക്ക് എപ്പോഴും വേണ്ടതൊരു മാർക്കറ്റിംഗ് സപ്പോർട്ടാണ്. നമ്മളത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തു കൊടുക്കും. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും കുഴപ്പമില്ല, അധികം മോശമോ അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം മൈലേജ് പിക്കപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. മറ്റുള്ള ഓയിലിനെ അപേക്ഷിച്ച് നല്ല ഇതായിട്ടാണ് തോന്നണം. ഇപ്പം ഇത് തന്നെ ഉപയോഗിക്കാറ്. കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു ഓഫീസ് സ്പേസ് ഇല്ലാതെ അതും നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ്, ഇത്തരത്തിലൊരു ബിസിനസ്സാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഹായ്, ഞാൻ അരോമ. വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല വിപണന സാധ്യതയുള്ള ബിസിനസ് ആശയങ്ങൾ പറയുന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോമൊബൈൽ രംഗത്തെ ഒരു ബിസിനസ് സാധ്യതയെക്കുറിച്ചാണ്. ഈ അവസരം നമുക്ക് ഒരുക്കുന്നത് ട്രിവാൻഡ്രം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോട്ടയം കോർപ്പറേറ്റ് ഓഫീസ് ആയിട്ടുള്ള അറേബ്യൻ ഗ്രീസ് ആൻഡ് ലൂബ്രിക്കൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അവരുടെ 3 ബ്രാൻഡുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇന്നത്തെ നമ്മുടെ ബിസിനസ് അവസരം. ഇതിനെക്കുറിച്ച് ഞാൻ ഡീപ്പായിട്ട് പറയുന്നതിനെക്കാട്ടിലും ഈ സ്ഥാപനത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് വിശിഷ്ട അതിഥികൾ ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അറേബ്യൻ ഗ്രീസ് ആൻഡ് ലൂബ്രിക്കൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് MD ശ്രീ ആന്റണി സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാർ നമുക്ക് വെൽക്കം ചെയ്യാം. സാറിനോട് തന്നെ നമുക്ക് ആദ്യമായി കാര്യങ്ങൾ ചോദിച്ചറിയാം. ഹലോ സർ, വെൽക്കം ടു ദ വീഡിയോ. എന്തൊക്കെ പ്രൊഡക്റ്റാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്? നമ്മൾ എല്ലാ തരത്തിലുള്ള എഞ്ചിൻ ഓയിൽ, ഓട്ടോമോട്ടീവ്, ഇൻഡസ്ട്രിയൽ, മറൈൻ, ഇത് നമ്മുടെ 3 ബ്രാൻഡുകളിലായിട്ടാണ് വരുന്നത്. ഒന്ന് എക്സോൾ, ഓൾ ടൈപ്പ് ഓഫ് എഞ്ചിൻ ഓയിലുണ്ട്. അത് പെട്രോളെക്സ്, സമ്രായ് നമ്മൾ ഒരു പ്രീമിയം ബ്രാൻഡായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. മറ്റു രണ്ടും ജനറൽ ബ്രാൻഡുകളാണ്. അപ്പോൾ അതിനകത്ത് സ്കൂട്ടറിൻ്റെ തൊട്ട് വലിയ ഹെവി ട്രക്കിൻ്റെ വരെയുള്ള എഞ്ചിൻ ഓയിലുകളുണ്ട്. സാർ, എന്തൊക്കെ തരം അവസരങ്ങളാണ് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ എന്നിലേക്ക് നൽകുന്നത്? ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മൾ കേരളത്തിലുടനീളം, കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്, കർണാടക, അതർ സ്റ്റേറ്റുകളിലെല്ലാം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പോൾ ഇല്ലാത്ത ഏരിയകളിൽ, നമ്മുടെ പ്രസൻസ് ഇല്ലാത്ത ഏരിയകളിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാവുന്നതാണ്. ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ മാത്രമേ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഓൺലി ത്രൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. സാർ, ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ എന്തൊക്കെ ഒരു ഫെസിലിറ്റീസ് ആയിരിക്കും സാർ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി? ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറും ഒരു പുതിയതായിട്ട് ഈ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് വരുന്ന ഒരാളും, ഇയാൾ 2 പേരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയതായിട്ടുള്ള ഒരാളാകുമ്പം അവർക്ക് എപ്പോഴും വേണ്ടതൊരു മാർക്കറ്റിംഗ് സപ്പോർട്ടാണ്. നമ്മളത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം മാർക്കറ്റിംഗ് തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഫുള്ളായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈവൻ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആൾക്കാർ വരെ വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു, പ്രോഫിറ്റബിളായിട്ട്, നഷ്ടത്തിലല്ല കൊണ്ടുവന്ന് എല്ലാവരും പ്രോഫിറ്റബിളായിട്ട് തന്നെ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഫീൽഡിലുള്ള ആൾക്കാർ, അവരും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരും അവർ നല്ല രീതിയിൽ അവരും ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ തുടങ്ങി വലിയ രീതിയിൽ തന്നെ ഡെവലപ്പായി വരുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ പോകുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് എല്ലാവരും ഉള്ളത്. പിന്നെ നമ്മൾ അവർക്കെല്ലാം ചെയ്ത് കൊടുക്കുന്നത് മാർക്കറ്റിംഗ് സപ്പോർട്ട്, ബ്രാൻഡിങ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ സർ, ഇപ്പോൾ നമ്മൾ കേട്ടത് കമ്പനി പെർസ്പെക്റ്റീവിൽ നിന്നാണ്. ഇനി നമുക്കറിയേണ്ടത് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുത്തിട്ടുള്ളവരുടെ ജെനുവിൻ അഭിപ്രായമാണ്. അതിനായി എറണാകുളത്ത് നിന്നും 2 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മളോട് ചേരുന്നുണ്ട്. നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. ഹലോ സർ, വെൽക്കം ടു ദ വീഡിയോ. ഓക്കെ. അപ്പോൾ സാറിൻ്റെ പേര്, സാർ ഇപ്പം എറണാകുളത്ത് എവിടെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഞാനിപ്പോൾ എറണാകുളം ജില്ല മൊത്തമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓഫീസ് വന്നിട്ട് നോർത്ത് പറവൂരാണ്, വഴിക്കുളങ്ങര അവിടെയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇപ്പോൾ എറണാകുളത്തിൻ്റെ ഒരു 80% കവറായിട്ടുണ്ട്. സാറിൻ്റെ ബിസിനസ്സൊക്കെ ഇപ്പോൾ എങ്ങനെ പോകുന്നു? ബിസിനസ് ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ സ്മൂത്തായിട്ടാണ് പോകുന്നത്.
അത് നമുക്ക് പേടിക്കേണ്ട ഒരു സീസൺ എന്ന് പറയുന്ന ഒരു മഴ സീസണാണ്. ആ ഒരു സമയത്ത് നമുക്ക് ബിസിനസ്സിൽ ചെറിയൊരു ഇത് വരും. കാരണം സർവീസിന് വണ്ടികൾ കയറുന്നതനുസരിച്ചാണ് നമുക്ക് നമ്മുടെ ഓയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലവ് കൂടുന്നതായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സീസൺ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ബിസിനസ് വളരാൻ കമ്പനി എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ക്വാളിറ്റിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നവർ ചോദിച്ച് പിന്നെയും വാങ്ങുന്നുണ്ട്. അവർക്ക് സപ്പോർട്ടായിട്ടുള്ള ടീഷർട്ടുകൾ പിന്നെ അങ്ങനെ തുടങ്ങിയുള്ള പ്രൊമോഷൻ ഐറ്റംസ് കമ്പനി തരാറുണ്ട്. സാർ എത്ര വർഷമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നു? പിന്നെ പുതുതായിട്ട് ഈ ഒരു ബിസിനസ്സിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരുടെ സാറിന് എന്തായിരിക്കും പറയാനുള്ളത്? ഇപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് വരുമ്പോൾ 1 ഇയർ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് നമ്മളൊരു 22 പ്ലേസ് ചെയ്തു. നമുക്കത് ഡെലിവറി ആയത് ഒരു 26 നമുക്ക് നമ്മുടെ ഗോഡൗണിൽ പ്രോഡക്റ്റ്സ് എത്തി. അതിനുശേഷം നമ്മൾ സപ്ലൈ ചെയ്ത് തുടങ്ങി. നമ്മൾ ഏതാണ്ട് തുടങ്ങുമ്പോൾ ഒരു 10-600 ലിറ്ററായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അതിപ്പോൾ വളർന്ന് ചില സമയത്ത് നമ്മളൊരു 2K ഒരു 2000 ലിറ്റർ വരെ നമ്മൾക്ക് പർച്ചേസ് പോകാറുണ്ട്. ഇതൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേങ്കിൽ പെട്ടെന്ന് ഒരു ഇത് പ്രതീക്ഷിക്കരുത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്നൊരു റിട്ടേൺ നമുക്ക് ഇതില്ല. നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു 1 ഇയർ ഇപ്പോൾ റണ്ണിങ് ആയതുകൊണ്ട് പറയണതാണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് താമസം ഉണ്ടാവും. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ റിട്ടേൺ എന്നുള്ളത് ഒരു സങ്കല്പത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. സാർ ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുകയാണ്, ഇപ്പം ഒത്തിരി എഞ്ചിൻ ഓയിൽസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് എന്തുകൊണ്ട് ഇങ്ങനെ ചൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്. നമുക്കും ആദ്യം എടുക്കുമ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനികളിൽ ഒരു 8 കമ്പനികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് പർച്ചേസ് എടുത്ത ഒരു കമ്പനിയാണ് ഈ AGL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റ്സ്. അത് നമുക്ക് അത്ര അറിയാവുന്ന 1-2 മെക്കാനിക്സിന് ആദ്യം തന്നെ കൊടുത്ത് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അവർ പറഞ്ഞു ഇത് കൊള്ളാം, നല്ല ഓയിലാണ്. അങ്ങനെ നമ്മൾ അടുത്ത ആളിലേക്ക് പോയി. അവരും ഇതുപോലെ തന്നെ പറഞ്ഞു നല്ലൊരു പ്രോഡക്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു 1 ഇയർ ആയിട്ട് ഈ പ്രോഡക്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ഒരു കസ്റ്റമർ പറഞ്ഞത് ആൾ ശരിക്ക് വലിയൊരു ഡ്രം എടുത്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ബാക്കിൽ വെച്ചിട്ടാണ് അതിൽ നിന്നാണ് ഓയിൽ നമുക്ക് എടുത്ത് ഒഴിച്ചിരുന്നത്. ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ പുള്ളി ഫ്രണ്ടിൽ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ആ ബ്രാൻഡ് കാണാവുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പുള്ളി പറഞ്ഞത് ഇത് ആ ഓയിലിൻ്റെ ക്വാളിറ്റിയും ഇതും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനത് ഫ്രണ്ടിൽ പോച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയും അവർക്ക് അതിൽ നിന്നുള്ള അത് തന്നെ യെസ് അങ്ങനെ ഒരു റിവ്യൂ മെക്കാനിക്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഹലോ സാർ, അപ്പോൾ സാറിൻ്റെ ഷോപ്പ് എവിടെയായിട്ടാണ്? ഈ കൊല്ലം കുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അൽനായ് ഫോർ ഷോപ്പോടെ ചേർന്നുള്ള കടയാണ്. അങ്ങനെ മറ്റുള്ള കടയിലുള്ളവരും വന്ന് ഈ ഓയിൽ വാങ്ങിക്കാറുണ്ട്. പിന്നെ കൂടുതലും വണ്ടി പാർട്ടികളാണ് വന്ന് കൂടുതലും വാങ്ങിക്കുന്നത്. അവിടെ വർക്ക്ഷോപ്പിൽ കുട്ടിയത്ത് പണിയാത്ത വണ്ടിയും വേറെ മറ്റുള്ള സ്ഥലത്ത് പണിയുമ്പോൾ ഇത് നല്ല ഓയിലാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് വാങ്ങിക്കാറുണ്ട്. ചോദിച്ച് ഓയിൽ കറക്കത്തില്ല, നല്ലതാണ്, ഇഞ്ചിൻ സ്മൂത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാറുണ്ട്. ഇപ്പൊ എത്ര വർഷമായി കാണും ഈ ഒരു മേഖലയിൽ? ഞാൻ ഇപ്പം വന്നിട്ട് 3 കൊല്ലമായി. ഇപ്പം ഈ ഓയിൽ ബിസിനസ് തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷമായി. സാർ പുറത്ത് എത്ര വർഷമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ പുറത്ത് 31 വർഷം ഡീസൽ പെട്രോൾ മെക്കാനിക്കലാണ്. ഇവിടെ നാട്ടിൽ കൊല്ലം ജില്ലയിലെയും പലയിടത്തും വർക്ക്ഷോപ്പിൽ നിന്നുള്ള പരിചയമുണ്ട്. പിന്നെ ഈ ഓയിലെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ ക്രാങ്ക് ബെയറിങ്, കണക്റ്റിംഗ് റോഡ് ബെയറിങ്, മറ്റുള്ള ഭാഗങ്ങളെല്ലാം തേയ്മാനം കുറവാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു, അങ്ങനെ പലരും ഇങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. സാറിന് തോന്നുന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഗുണം എന്താണ് ഈ ഒരു ഓയിലിൻ്റെ? ഓയിൽ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ എൻജിൻ ഒരു സൈലൻ്റ് ഉണ്ട്. ഓയിൽ മറ്റുള്ള ഓയിലെ പോലെ പെട്ടെന്ന് കറക്കത്തില്ല, ആ കളറ് അങ്ങനെ തന്നെ നിൽക്കും.
ഇപ്പോൾ ഈ ഒരു ഫീൽഡിലോട് ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് പുതിയതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് സാറിന് എന്തായിരിക്കും പറയാനുള്ളത്? ഈ ഓയിൽ ഇറക്കി ധൈര്യമായിട്ട് അവർ കൊടുക്കാൻ കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. ദാറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. ഇനി ഇതിൻ്റെ റിവ്യൂ ആണ് നമുക്കറിയേണ്ടത്. ഇന്ന് റിവ്യൂ നമ്മുടെ കൂടെ ഷെയർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ട് ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. കേരള മെക്കാനിക് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഫേമസ് ആയ വാഹനപ്രേമികളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സബീൻ സലീം. വെൽക്കം സർ, വെൽക്കം ടു ദ വീഡിയോ. താങ്ക് യു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ്? നമ്മളെ പ്രോഡക്റ്റ് ഞാനിത് ആദ്യമേ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വരും, അതായത് എൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഏതൊരു എഞ്ചിൻ ഓയിലാണെങ്കിലും അല്ലെങ്കിൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഏതൊരു സാധനമാണെങ്കിലും നമ്മൾ ഈ ആഹാരം കഴിക്കുന്ന കണക്കാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. അത് മാക്സിമം സ്വന്തം വണ്ടിയിലേ നോക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വണ്ടിയിൽ ഉപയോഗിച്ച് എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല. അപ്പം ആദ്യം ഈ ഒരു പ്രോഡക്റ്റ് ഇവർ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് നമ്മൾ പറഞ്ഞ കാര്യം വെച്ചാൽ വണ്ടിയിൽ ഉപയോഗിക്കാനായിട്ട്, അതായത് എൻ്റെ വണ്ടിയിൽ ഉപയോഗിക്കാനായിട്ട് എനിക്ക് ഓയിൽ തരിക. ഞാൻ കുറച്ച് നാൾ ഒരു മാസമെങ്കിലും ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു 16,000 കിലോമീറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പം ഫസ്റ്റിൽ നടക്കുന്ന ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനു മുമ്പ് പ്രമുഖമായ 2 ബ്രാൻഡൊക്കെയാണ് എൻ്റെ വണ്ടിയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, പേര് പറയുന്നില്ല. അപ്പോൾ ഇത് ഫസ്റ്റിലെ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തൊരു എനിക്ക് തോന്നുന്നൊരു 3000 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഓണറിനെ ഞാൻ വിളിച്ചു. കാര്യം ഓയിൽ ഭയങ്കരമായിട്ട് കണക്കായിട്ട് കരി പോലെ വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ടും പറഞ്ഞു ഇത് കണക്കൊരു പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, ഒരു സെറ്റും കൂടെ അയക്കാം, ഇത് ചോർത്തി കളയുക, എന്നിട്ട് അടുത്ത ട്രിപ്പും കൂടി ഇത് മാറിയിട്ട് 2000 കിലോമീറ്റർ ഓടിയിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. ആക്ച്വലി രണ്ടാമത് യൂസ് ചെയ്തപ്പം ഭയങ്കര റിസൾട്ടായിരുന്നു. അതായത് നമുക്ക് ഞാൻ ഈ പറഞ്ഞ പ്രമുഖമായിട്ടുള്ള ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് തോന്നി. ഞാൻ ഉപയോഗിക്കുന്നൊരു ടവേരയാണ്. അപ്പം അതൊരു സാധാ ഒരു ഡി എഞ്ചിനാണ്. അപ്പം അതിന് എനിക്ക് ഭയങ്കരമായിട്ട് സ്മൂത്തും ഭയങ്കര ഒരു റിഫൈൻ തോന്നി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ വീണ്ടും വിളിച്ചു, സംസാരിച്ചു. ഇപ്പം സംഭവം എന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായ സംഭവം ഞാൻ പറഞ്ഞില്ലേ കരി കണക്കൊക്കെ വന്നത്, അതെന്ന് വെച്ചാൽ വണ്ടിയുടെ അകത്തുള്ള ആ ഒരു സ്ലെഡ്ജ് അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്സ് ഒക്കെ എഞ്ചിൻ്റെ ഉള്ളിൽ ഇപ്പം എഞ്ചിൻ ഓയിൽ 3 രീതിയിലാണ് വർക്ക് ആവുന്നത്. ഒന്ന് ലൂബ്രിക്കേഷൻ, രണ്ടാമത്തേന്ന് വെച്ചാൽ ഫ്രിക്ഷൻ കുറയ്ക്കുക, ഒന്നാമത്തെ ഫ്രിക്ഷൻ കുറയ്ക്കുക, രണ്ടാമത്തത് കൂളിങ്, മൂന്നാമത്തെ ക്ലീനിങ്. അപ്പം ഈ ക്ലീനിങ്ങിൻ്റെ പരിപാടി ആദ്യമേ തന്നെ നല്ലോണം ചെയ്തതുകൊണ്ടാണ് അത്രയും കരിയായിട്ട് വന്നത്. ഞാനിപ്പോഴും ഞാനിപ്പം വന്ന വണ്ടിയില്ലേ അതിലും ഉപയോഗിക്കുന്നത് ഈ ആക്സോൾ തന്നെയാണ്. നിലവിലിപ്പം എനിക്ക് തോന്നുന്നൊരു 2 പ്രാവശ്യമായിട്ട് ഞാൻ ആക്സോൾ ഓയിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7000 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ടെൻഷനില്ല, സ്മൂത്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാധനം മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എൻ്റെ സ്ഥാപനത്തിൽ യൂസ് ചെയ്യാനോ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ എഞ്ചിൻ ഓയിലിൻ്റെ ക്വാളിറ്റി നമ്മൾ എങ്ങനെയായിരിക്കും മെഷർ ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്? എഞ്ചിൻ ഓയിലിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ വണ്ടിക്കും ഓരോ രീതിയിലായിരിക്കും. ഇപ്പം പലരും നോക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സർവീസ് ബുക്കിൽ വരുന്ന ഒരു ഇത് തന്നെ ആയിരിക്കും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയല്ല നോക്കേണ്ടത്. യഥാർത്ഥത്തിൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി യൂസേജ് എത്രയാണ്. ഇപ്പം ഓൾമോസ്റ്റ് ഒരു പുതിയൊരു വണ്ടി എടുത്ത് 30,000 കിലോമീറ്റർ വരെ കമ്പനി പറയുന്ന രീതിയിൽ നമുക്ക് വണ്ടിയുടെ ഓയിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. അതേസമയം 30,000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഒരു മനുഷ്യൻ്റെ കാര്യമാണെങ്കിലും ജനിച്ച് വളർന്നു തുടങ്ങി അല്ലെങ്കിൽ പ്രായമായി തുടങ്ങുമ്പം ശാരീരികമായ അവസ്ഥകൾ മാറും. ആദ്യം കൊടുക്കുന്ന ഇപ്പം ഒരു 5 വയസ്സ് വരെ കൊടുക്കുന്ന മരുന്നായിരിക്കത്തില്ല അടുത്ത 15 വയസ്സ് വരെ കൊടുക്കുന്നത്, 15 വയസ്സ് കഴിഞ്ഞ് കൊടുക്കുന്ന മരുന്നായിരിക്കത്തില്ല പിന്നെ കൊടുക്കുന്നത്, പിന്നെ